അപ്പൊ നമ്മൾ ഇന്നൊരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ. തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരത്ത് ഓവർ ബ്രിഡ്ജിന്റെ അടുത്താണ്. ആർക്കെങ്കിലും ഈ കട അറിയുമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്ക് എന്നാണ്. ഞാൻ പറയാൻ പോകുന്നില്ല. അപ്പൊ ഇത് കണ്ടോ, എന്റെ ഡ്രസ്സ്, എന്റെ വള എല്ലാം ഒരേ കോമ്പിനേഷൻ. സർബത്ത് ഫ്രൂട്ട് സലാഡാണ്. സത്യത്തിൽ എനിക്ക് മധുരം കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെ സാധനം കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. സർബത്ത് ഫ്രൂട്ട് സലാഡിന്റെ ഐസ്ക്രീം ഉണ്ട്. അതിൻ്റെ അകത്ത് സർബത്താണ് ഫില്ല് ചെയ്തേക്കണം. തുണ്ട് ഐസ്ക്രീമും സർബത്തും ഫ്രൂട്ട്സും എല്ലാം കൂടെ മിക്സ് ചെയ്തു. അടിയിന്ന് ഒരു തുണ്ടെടുത്ത് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആണ്. പക്ഷെ ഇപ്പോൾ ഐസ്ക്രീമിന്റെ ഫ്ലേവറാണ് എനിക്ക് വന്നിട്ടുള്ളത്. സർബത്ത് അടി കിടക്കുന്നേ ഉള്ളൂ. അവനെ മോളിൽ കൊണ്ടുവരുന്നു. ഐസ്ക്രീം ഇത്ര വിടണ്ടെന്ന് ചേട്ടന്മാരോട് പറഞ്ഞു. നറുതീറ്റി സർബത്താണ് സംഭവം. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉള്ള സർബത്ത്. എസൻസ് അല്ല കേട്ടോ, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. നിർത്തി ആഗ്രഹം ഉണ്ടായിട്ടല്ല, നിർത്തി. നല്ല അത്യാവശ്യം ചൂടുള്ള വെള്ളമാണ്, ചുക്ക് വെള്ളമാണ്. എന്നാലും ഇതിന്റെ സൂത്രം എന്ന് പറഞ്ഞുതരാം. നമുക്ക് പിള്ളേർക്കൊക്കെ ഐസ്ക്രീമും തണുത്ത ജ്യൂസൊക്കെ കുടിച്ചാൽ ചിലപ്പോൾ പനി വരും, തൊണ്ടവേദന വരും, ചുമ വരും, ജലദോഷം വരും. അതിനുള്ളൊരു ട്രിക്കാണ്. പുറത്ത് പോകുമ്പോൾ ഐസ്ക്രീം എപ്പോൾ കഴിച്ചാലും അത്യാവശ്യം കുടിക്കാൻ പറ്റുന്ന ചൂടുള്ള ഉടനെ അങ്ങ് കൊടുക്കുക. ഒരു 90% അവർക്ക് ഈ പറഞ്ഞ അസുഖങ്ങൾ ഉടനടി ഐസ്ക്രീം തിന്നും കൊണ്ടുവരില്ല. എങ്ങനെയുണ്ട് ഐഡിയ? ഇതാണ് നമുക്കും ബാധകമാണ്. സെറ്റല്ലേ? അപ്പോൾ ഒന്നുകൂടെ പറയാം, ഈ ലൊക്കേഷൻ, ഈ കട ആർക്കെങ്കിലും തിരുവനന്തപുരത്തുകാർക്ക് അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളാം. ഓക്കെ, ബൈ.